ഹായ് ഫ്രണ്ട്സ്, മൊത്തത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുകയാണ്? ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. നോക്കാം, നമ്മുടെ പാഡ്മാൻ ഓഫ് ഇന്ത്യയുടെ അല്ലെ, നമ്മുടെ മുരുകാനന്ദൻ അല്ലെ, ആരാണ്? അരുണാചലം മുരുകാനന്ദന്റെ അല്ലെ, അടിപൊളിയായിട്ടുള്ള റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ചാപ്റ്ററിൽ സൈഡിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് നമുക്ക് നന്നായിട്ട് ഉള്ളിലോട്ട് അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും അല്ലെ. അതുപോലെ തന്നെയാണ് കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും കൂടെ എഴുതി പഠിച്ചു പോകണം കേട്ടോ. നോക്കാം, വാട്ട് ഇമ്പാക്ട് ഡിഡ് ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഹാവ് ഓൺ ബബ്ലൂസ് ഫാമിലി അല്ലെ. ബബ്ലുവിന്റെ ഫാമിലിയെ അവിടെ അച്ഛന്റെ മരണം എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ബബ്ലൂസ് ഫാദേഴ്സ് ഡെത്ത് ലെഫ്റ്റ് ദ ഫാമിലി ഇൻ ഫിനാൻഷ്യൽ ട്രബിൾ അല്ലെ. സാമ്പത്തികമായിട്ടുള്ള ഒരു ട്രബിൾ, ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അച്ഛന്റെ മരണം ആ ഫാമിലിയെ എത്തിച്ചത്. His mother had to raise 3 children alone. അവരുടെ അമ്മ 3 കുട്ടികളെ തനിയെ വളർത്തേണ്ടി വരികയാണ് അല്ലെ. ആൻഡ് ബബ്ലു ഹാഡ് ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ. ബബ്ലുവിന് അവന്റെ സ്കൂള് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ആൻഡ് സ്റ്റാർട്ടഡ് വർക്കിംഗ് അറ്റ് എ യങ് ഏജ് ടു സപ്പോർട്ട് ദ ഫാമിലി. ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുപ്രായത്തിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? ജോലി ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ട്രൈറ്റ്സ് ഓഫ് ബബ്ലു ഇംപ്രസ് യു? ബബ്ലുവിന്റെ എന്തൊക്കെ ട്രൈറ്റ്സ് പറഞ്ഞ എന്താ? സ്വഭാവ ഗുണങ്ങൾ അല്ലെ. ബബ്ലുവിന്റെ എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് നിങ്ങളെ അട്രാക്ട് ചെയ്തത്, നിങ്ങളെ ഇംപ്രസ് ചെയ്തിട്ടുള്ള ബബ്ലുവിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം, ബബ്ലു വാസ് ഹാർഡ് വർക്കിംഗ്. ബബ്ലു എന്താണ് മക്കളെ? നല്ല ഹാർഡ് വർക്കിംഗ് ആണ് അല്ലെ. ഹാർഡ് വർക്കിംഗ് ആണ്, ക്യൂരിയസ് ആണ്, എന്തിനെ കുറിച്ചും കൂടുതൽ അറിയണം എന്നുള്ളൊരു താല്പര്യമുള്ള വ്യക്തിയാണ്. കൈൻഡ് ഹാർട്ടഡ്, നല്ല മനസ്സിന്റെ ഉടമയാണ്. ആൻഡ് ഡിറ്റർമിനഡ്, നല്ല സ്ട്രോങ് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവുള്ള, സ്ട്രോങ് തീരുമാനമെടുക്കാനുള്ള ശേഷിയുള്ള ഒരു മനുഷ്യനാണ്. ഹിസ് എംപതി ഫോർ ഹിസ് വൈഫ്, വൈഫിനോട് തോന്നിയ ഒരു എംപതി. ആൻഡ് അതർ വുമൻസ്, മറ്റുള്ളവരോടും മറ്റു സ്ത്രീകളോടും. ഹിസ് കറേജ് ടു ഫൈറ്റ് സോഷ്യൽ സ്റ്റിഗ്മ അല്ലെ. അദ്ദേഹത്തിന് ഒരു കറേജ്, ഒരു ധൈര്യം കൊടുത്തു. ആ സോഷ്യൽ സ്റ്റിഗ്മ എന്നൊക്കെ പറഞ്ഞ ഒരു സോഷ്യൽ ഒരു ബുദ്ധിമുട്ട് അല്ലെ, ആ ഒരു സമയത്തുള്ള ഒരു പ്രശ്നം അല്ലെ, ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് ഉദ്ദേശിച്ച അതാണ് കേട്ടോ. അതിനെതിരെ അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കറേജ് കിട്ടി. ആൻഡ് ഹിസ് പെർസിസ്റ്റൻസ് ഇൻ ഇന്നോവേറ്റിംഗ് ലോ കോസ്റ്റ്. പെർസിസ്റ്റൻസ് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഒരു കാര്യത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥിരോത്സാഹം പോലെ തന്നെയാണ് കേട്ടോ. പെർസിസ്റ്റൻസ് എന്നാലാണ് കേട്ടോ, സ്ഥിരമായിട്ട് ഒരു കാര്യവുമായിട്ട് മാറ്റമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ്, അതിനാണ് പെർസിസ്റ്റൻസ് ഇൻ ഇന്നോവേറ്റിംഗ് ലോ കോസ്റ്റ് സാനിറ്ററി പാർട്സ് മേക്ക് ഹിം ട്രൂലി അഡ്മിറബിൾ അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഒരു മൈൻഡിലെ കണ്ടിന്യൂ ആയിട്ട് അതിന്റെ പിന്നാലെ തന്നെ പോകാനുള്ള, വളരെ ലോ കോസ്റ്റിൽ വരുന്ന വില കുറവുള്ള നാപ്കിൻസ്, പാഡ്സ് ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം, അത് ട്രൂലി അഡ്മിറബിൾ. തീർച്ചയായിട്ടും അതെന്താണ്? അഡ്മിറബിൾ ആണ് അല്ലെ. അത് ആദരിക്കേണ്ടതിന്, ബഹുമാനിക്കേണ്ടതിന് അഡ്മിറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ടൈറ്റ്സുകളാണ് കേട്ടോ. How would the exorbitant price of sanitary napkins affect the family budget? ഈ അമിത വിലയുള്ള ഈ സാനിറ്ററി നാപ്കിന്റെ ഈ വില സാധാരണ ഫാമിലി ബഡ്ജറ്റിന് അല്ലെ, മാസ ബഡ്ജറ്റ് ഉണ്ടല്ലേ, ഫാമിലി ബഡ്ജറ്റിന് എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The high price of sanitary napkins would put a strain on the family budget അല്ലെ. ഫാമിലി ബഡ്ജറ്റിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വലിയ രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. Bablu's wife Gauri said that if they bought napkins every month, ബബ്ലുവിന്റെ വൈഫ് ഗൗരി പറയുന്നുണ്ട്, നമ്മൾ എല്ലാ മാസവും നാപ്കിൻ വാങ്ങുകയാണെങ്കിൽ they wouldn't even have money left to buy milk, curd, അല്ലെ. എന്താണ് നെയ്യോ കേടോ തൈരോ അതുപോലെ നെയ്യോ ഒന്നും വാങ്ങാൻ പോയിട്ട് ഒരു പാക്കറ്റ് പാല് പോലും വാങ്ങാൻ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല എന്ന് ഗൗരി പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഫാമിലി ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്തുള്ള നാപ്കിനുകൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്തായാലും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു കേട്ടോ. Why was Bablu determined to start a new project? What was it? എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ബബ്ലു ഒരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനമെടുത്തത്? എന്തുകൊണ്ടാണ്? അത് എന്തായിരുന്നു പുതിയ പ്രൊജക്ട് എന്നാണ്. ബബ്ലു വാസ് ഷോക്ക്ഡ് ബൈ ദ ഹൈ കോസ്റ്റ് ഓഫ് ദ നാപ്കിൻസ് ആൻഡ് വാണ്ടഡ് ടു ഫൈൻഡ് എ ചീപ്പർ
alternative for women like his wife. അല്ലെ, ബബ്ലു എന്ത് ചെയ്യാണ്, ഷോക്ക് ആവാണ്. എന്താണ്, ആ നാപ്കിന്റെ ആ വലിയ വില കേട്ടത് ബബ്ലു ഷോക്കായി. ആൻഡ് വാണ്ടഡ് ടു ഫൈൻഡ് എ ചീപ്പർ ആൾട്ടർനേറ്റീവ് ഫോർ വുമൻ ലൈക്ക് ഹിസ്. അത് മാത്രല്ല, അതുകൊണ്ട് തന്നെ അത് വളരെ ചീപ്പായിട്ട് രീതിയിൽ, അതിന് പകരം വളരെ ചീപ്പായിട്ട് കിട്ടുന്ന, വളരെ വില കുറവിൽ കിട്ടുന്ന നാപ്കിൻ അവന്റെ വൈഫിനും മറ്റു സ്ത്രീകൾക്കും നിർമ്മിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളത് അവന്റെ ഒരു തീരുമാനം. അങ്ങനെ അവന്റെ ഒരു ആവശ്യമായിട്ട് വന്നു. സോ ഹി ഡിസൈഡഡ് ടു സ്റ്റാർട്ട് മേക്കിംഗ് ലോ കോസ്റ്റ് സാനിറ്ററി നാപ്പ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് തീരുമാനിച്ചു, അത് എന്തിന് സ്റ്റാർട്ട് ചെയ്യാം, മേക്കിംഗ് ലോ കോസ്റ്റ് സാനിറ്ററി, വളരെ വില കുറവുള്ള സാനിറ്ററി നാപ്കിൻസ് ഹിംസെൽഫ് യൂസിങ് കോട്ടൺ, ക്ലോത്ത് ആൻഡ് അതർ മെറ്റീരിയൽ. കോട്ടണും ക്ലോത്തും മറ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ വില കുറവിന് മറ്റെല്ലാവർക്കും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. What was the response of the Bablu's family to his experiment? ബബ്ലുവിന്റെ ഈ ഒരു എക്സ്പെരിമെന്റ്, ബബ്ലുവിന്റെ ഈ ഒരു പരീക്ഷണത്തോട് ബബ്ലുവിന്റെ ഫാമിലി എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ബബ്ലുസ് ഫാമിലി വാസ് അഷേംഡ് ആൻഡ് അപ്സെറ്റ് ബൈ ഹിസ് എക്സ്പെരിമെന്റ്. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഇത് ഭയങ്കര അഷേംഡ്, ഭയങ്കര നാണക്കേടായിരുന്നു. ആൻഡ് അപ്സെറ്റ് ബൈ ഹിസ് എക്സ്പെരിമെന്റ്, ടെൻഷനും നാണക്കേടും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ എക്സ്പെരിമെന്റ് കൊണ്ട്. His mother begged him to stop. അവന്റെ അമ്മ അവനെ കാല് പിടിച്ച് പറയാണ്, അല്ലെ, ആൻഡ് ഫിയർ ഇൻ ഡിസ്ഗ്രേസ്, ഈ ഒരു നാണക്കേട്, അപമാനം പേടിച്ചിട്ട് ഇത് നിർത്തണമെന്ന് അവന്റെ അമ്മ അവനോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട്. ഇവഞ്ചലി കാല് പിടിച്ച് അപേക്ഷിക്കാതെ, കാല് പിടിക്കല്ലോ കേട്ടോ, അവൻ അപേക്ഷിക്കുകയാണ് കേട്ടോ. ഇവഞ്ചലി ബോത്ത് ഹിസ് വൈഫ് ആൻഡ് മദർ ലെഫ്റ്റ് ഹിം. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് എന്ത് സംഭവിക്കുകയാണ്, അവന്റെ വൈഫും അവന്റെ അമ്മയും ഒക്കെ അവനെ വിട്ടിട്ട് പോവാണ്. ബിക്കോസ് ദേ കുഡിൻ ബിയർ ദ സോഷ്യൽ ഹ്യൂമിലിയേഷൻ. കാരണം അവർക്ക് ഈ ഒരു സമൂഹത്തിൽ നിന്നുള്ള ഈ അപമാനം അവർക്ക് താങ്ങാൻ സാധിക്കാത്തത് കൊണ്ട്. ഓക്കെ, വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് ദ വില്ലേജസ് ടു ബബ്ലൂസ് എക്സ്പെരിമെന്റ്? ഇനി വില്ലേജ്, ആ നാട്ടിലെ ആളുകൾക്ക് ബബ്ലുവിന്റെ എക്സ്പെരിമെന്റിനോട് അവർ എങ്ങനെയാണ് പ്രതികരിച്ചത്? വാട്ട് ഡു യു തിങ്ക് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ്? നിങ്ങൾ അവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അവരുടെ ഈ ഒരു മനോഭാവം, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദ വില്ലേജസ് ഗോസിപ്പിഡ്, അവർ ഗോസിപ്പുകൾ, അല്ലെ, അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരുന്നു. ക്രിട്ടിസൈസ്ഡ്, അവരെ ക്രിട്ടിസൈസ് ചെയ്തു, അല്ലെ, എങ്ങനെ ഓരോന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തു. ആൻഡ് സ്പ്രെഡ് റൂമേഴ്സ്, അല്ലെ, അപവാദങ്ങൾ പറഞ്ഞു പരത്തി അബൌട്ട് ബബ്ലു, മേക്കിംഗ് ഹിം, അദ്ദേഹം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും, ആൻഡ് ഹിസ് ഫാമിലി ഫീൽ ഹ്യൂമിലിയേറ്റഡ്, അല്ലെ, അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് എന്ത് ചെയ്യാണ്, ഒരു ഹ്യൂമിലിയേറ്റഡ്, അപവാദങ്ങൾ അപമാനമായി മാറുകയാണ്. their attitude shows ignorance. അവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ മനോഭാവം നമുക്ക് എന്ത് മനസ്സിലാക്കി? ബബ്ലുവിനോടാണോ അവർക്ക് ദേഷ്യം? അല്ല, ബബ്ലു ഉണ്ടാക്കുന്ന വസ്തുവിനോടാണ്, അല്ലെ. അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? their attitude shows ignorance. അവരുടെ ഈ മനോഭാവം അവരുടെ അറിവില്ലായ്മയാണ്. ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മ. നാരോ മൈൻഡ്നെസ്, അവരുടെ ചിന്താഗതി, അല്ലെ, ഇടുങ്ങിയ ചിന്താഗതി. നാരോ മൈൻഡ്നെസ്, ഇടുങ്ങിയ ചിന്താഗതി. ലാക്ക് ഓഫ് അവയർനെസ്, എന്താണ്? അറിവില്ലായ്മ. എബൌട്ട് വുമൻസ് ഹെൽത്ത്, സ്ത്രീകളുടെ ഹെൽത്തിനെ കുറിച്ച്. ഇപ്പോഴും പല ആളുകളും പാഡൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് നാണക്കേടായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഇഗ്നറൻസ് തന്നെയാണ് ഇപ്പോഴും അവർക്കുള്ളത്. ഇതൊരു നാണക്കേടെന്നല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പാഡ് വാങ്ങാൻ പോവുക, മെൻസസ് ആവുക, അതിന് സംബന്ധിച്ച് അത് പാഡ് വാങ്ങാൻ ഇപ്പൊ അവര് ജ്യേഷ്ഠന്മാരെ പറഞ്ഞേക്കാം, അവരുടെ മക്കളെ പറഞ്ഞേക്കാം. നിങ്ങളിപ്പോ ബോയ്സ് ആയിട്ടുള്ള നിങ്ങളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ സിസ്റ്റർക്കൊക്കെ വേണ്ടിയിട്ട് പാഡ് വാങ്ങാൻ പോകുമ്പോൾ വളരെ അന്തസ്സായിട്ട് തല ഉയർത്തിയിട്ട് ഒട്ടും മോശമല്ലാത്ത രീതിക്ക് തന്നെ നിങ്ങൾക്ക് കടയിൽ പോയിട്ട് പാഡ് വാങ്ങാം. അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ എല്ലാവരും എടുത്തിടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി അല്ലെങ്കിൽ പോലും നിങ്ങൾ കടയിൽ പോയിട്ട് നല്ല വൃത്തിയായിട്ട് ചോദിച്ച് വാങ്ങണം. കാരണം അതൊരു നാണക്കേടായിട്ട് കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർക്കൊക്കെ മെൻസ്ട്രസ് ആവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ഓർക്കണം, അല്ലെ. അപ്പൊ അതെന്താണ്? ഇതൊരു നാണക്കേടൊന്നുമല്ല. അത് അവരുടെ സ്ത്രീ എന്ന് പറയുന്നത് അത് അവർക്കൊരു അഭിമാനമുള്ള കാര്യമാണ്. നിങ്ങളും അത് ആ ഒരു രീതിയിൽ തന്നെയാണ് കാണേണ്ടത് കേട്ടോ. അപ്പൊ അത് ഒരു ചെറിയ ഈ പറഞ്ഞ നാരോ മൈൻഡിന്റെയും ഒരു ഇടുങ്ങിയ ചിന്താഗതിയുടെയും വിവരമില്ലായ്മയുടെയും അറിവില്ലായ്മയും ഒക്കെയാണ് ഇത് മോശമായിട്ട് കാണുന്നത്. ഇത് പറയുമ്പോ കളിയാക്കി, ഇത് കാണുമ്പോ പുച്ഛിക്കൊക്കെ ചെയ്യുന്ന ബോയ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ പാഡൊക്കെ വാങ്ങുന്നത് കാണുമ്പോൾ കളിയാക്കൊക്കെ ചെയ്യുന്ന പുച്ഛ രീതിയോട് കൂടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട, അവർക്ക് അറിവില്ല. അവരുടെ അറിവില്ലായ്മയാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അവർക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും അതൊരു മോശം പ്രവൃത്തിയായിട്ടോ ഒരു മോശമാരായിട്ടോ കാണില്ല, അല്ലെ. അപ്പൊ ഇത് പറയുമ്പോൾ പാഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കളിയാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളും, വിജ്ഞാനമില്ലായ്മ, അറിവില്ലായ്മയാണ്, അവയർനെസ് ഇല്ല, ബുദ്ധി വിവരം ഇല്ലാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം?
അത് ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് ദ വുമൻസ് ഹെൽത്ത്, സ്ത്രീകളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള വിവരമില്ലായ്മയും അതുപോലെ ഇടുങ്ങിയ ചിന്താഗതിയും അറിവില്ലായ്മയൊക്കെയാണ് ഈ ആറ്റിറ്റ്യൂഡിന്റെ പിന്നിലെന്ന് നമുക്ക് നമ്മുടെ അഭിപ്രായത്തിൽ. Why was Bablu determined to continue his experiment even against his family wishes? Why was Bablu determined to continue his experiment even against his family wishes? അവന്റെ ആഗ്രഹത്തിന് അവന്റെ ഫാമിലി എതിരായിരുന്നിട്ട് പോലും ബബ്ലു എന്തുകൊണ്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റുമായിട്ട് മുന്നോട്ട് പോവാൻ തീരുമാനിച്ചത്? Bablu understood that many poor women used unclean rags and were at risk of the infection. ബബ്ലുവിന് ഒരു കാര്യം മനസ്സിലായി, ഒരുപാട് പാവപ്പെട്ട സ്ത്രീകള് ഈ വൃത്തിയില്ലാത്ത അൺക്ലീൻ ആയിട്ടുള്ള തുണികളാണ് ഉപയോഗിക്കുന്നത്. ഒട്ടും തന്നെ വൃത്തിയില്ലാത്ത തുണികളാണ്. വേർ അറ്റ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. അത് അവർക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസും ഉണ്ടാക്കാൻ, അവരുടെ ഒരുപാട് ഇൻഫെക്ഷൻസ് അവരുടെ വയറിനുള്ളിൽ, അവർ ഈ പറഞ്ഞ പോലെ ഈ ഊറിൻ സംബന്ധമായതാവട്ടെ മറ്റ് പല രീതിയിലുള്ള യൂട്രസ് സംബന്ധമായിട്ടുള്ള പല രീതിയിലുള്ള ഇൻഫെക്ഷനും അവർക്ക് ഉണ്ടാക്കും എന്നുള്ളത് ബബ്ലുവിന് മനസ്സിലായി. He felt it was his responsibility to find a solution. അദ്ദേഹം ചിന്തിക്കുകയാണ്, അദ്ദേഹം മനസ്സിലായി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റി ആണ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അദ്ദേഹം ചിന്തിച്ചു. ഹിസ് കമ്പാഷൻ, അദ്ദേഹത്തിന്റെ ഈ അനുകമ്പ, ആൻഡ് ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിന്റെ ഈ തീരുമാനം, പുഷ്ഡ് ഹിം ടു കണ്ടിന്യൂ ഡിസ്പൈറ്റ് ദ ഓപ്പോസിഷൻ. അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് വരുന്ന അതിനുള്ള എതിർപ്പുകളെല്ലാം മറികടന്ന് പുഷ് ചെയ്ത് മുന്നോട്ട് പോവാൻ ഈ ഒരു കമ്പാഷൻ ഡിറ്റർമിനേഷനും അദ്ദേഹത്തെ സഹായിച്ചു. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ബബ്ലൂസ് ഫ്ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഈ കഥയുടെ അവസാനത്തിൽ ബബ്ലുവിന്റെ ആ ഫ്ലൈറ്റ് ഉണ്ടല്ലോ മക്കളെ, ആ പറന്ന് ഉയർന്നു പോകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് അതിനെ കുറിച്ചൊന്ന് വിവരിക്കുക. അറ്റ് ദ എൻഡ്, അവസാനം, ബബ്ലു ലോസ്റ്റ് എവറിത്തിങ്. ബബ്ലുവിന് എല്ലാം നഷ്ടപ്പെട്ടു. ഹിസ് ഫാമിലി, ഫ്രണ്ട്സ്, സേവിങ്സ് ആൻഡ് സോഷ്യൽ റെസ്പെക്ട്. ഫാമിലിയും അദ്ദേഹത്തിന്റെ സേവിങ്സും പൈസയും അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിന്നുള്ള ബഹുമാനവും ഒക്കെ. ബട്ട് ഹി റിമൈൻഡ് കമ്മിറ്റഡ് ടു ഹിസ് മിഷൻ ഓഫ് ഹെൽപ്പിംഗ് വുമൻ ബൈ ക്രിയേറ്റിംഗ് അഫോർഡബിൾ സാനിറ്ററി നാപ്കിൻ. പക്ഷെ അദ്ദേഹം അവിടെ തന്നെ തുടർന്നു, കമ്മിറ്റഡ് ടു ഹിസ് മിഷൻ. അദ്ദേഹത്തിന്റെ ആ മിഷൻ, അദ്ദേഹത്തിന്റെ ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഹെൽപ്പിംഗ് വുമൻ ബൈ ക്രിയേറ്റിംഗ്, സ്ത്രീകളെ സഹായിച്ചുകൊണ്ട് ക്രിയേറ്റിംഗ് അഫോർഡബിൾ, എല്ലാവർക്കും താങ്ങാവുന്ന വിലയുള്ള സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കുക എന്നുള്ള ആ മിഷനിൽ തന്നെ അദ്ദേഹം ഉറച്ചു മുന്നോട്ട് പോയി. He stood alone but with a noble purpose. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പൊ എന്താണ്, എലോൺ ആണ്, ബട്ട് വിത്ത് എ നോബിൾ പർപ്പസ്. എന്താണ്, വളരെ നല്ലൊരു പർപ്പസോട് കൂടിയിട്ടാണ്. Now let's rewind. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്ന പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ടല്ലോ മക്കളെ, നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, why do Bablu neighbors and friends desert him? എന്തുകൊണ്ടാണ് അതിന്റെ നൈബേഴ്സും അവന്റെ പോലെ ഫ്രണ്ട്സും ഒക്കെ അവനെ ഇങ്ങനെ അവഗണിച്ച് അപമാനിക്കുകയൊക്കെ ചെയ്തത് അല്ല അവരെല്ലാരും അതിനെ എതിർത്തത് എന്തുകൊണ്ടാണ്? Bablu neighbors and friends desert him because they misunderstand his experiment related to sanitary napkins as a shameful. കാരണം അവരെന്തുകൊണ്ടാണ് മിസ്അണ്ടർസ്റ്റാൻഡ് തെറ്റിദ്ധരിച്ചതാണ് ബബ്ലുവിന്റെ ഈ പരീക്ഷണം റിലേറ്റഡ് ടു സാനിറ്ററി നാപ്കിൻസ്. സ്ത്രീകൾ വെക്കുന്ന ഈ സാനിറ്ററി നാപ്കിനായിട്ടുള്ള ബബ്ലുവിന്റെ പരീക്ഷണത്തെ അവർ തെറ്റിദ്ധരിച്ചു. ആസ് എ ഷെയിംഫുൾ, അവർക്ക് അതൊരു നാണക്കേട് എന്ന രീതിയിലാണ് അവരതിനെ എടുത്തത്. ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ്, അതൊരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യം, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, അത് യഥാർത്ഥത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു തോട്ട്. റൂമേഴ്സ് സ്പ്രെഡ്, അപവാദങ്ങൾ പരത്തി. ആൻഡ് ദ കമ്മ്യൂണിറ്റി ഐസൊലേറ്റ് ഹിം, കമ്മ്യൂണിറ്റി സമൂഹം അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്തു, ഒറ്റപ്പെടുത്തി. ഡ്യൂ ടു ദ ടാബു അറൌണ്ട് ദ മെൻസ്ട്രേഷൻ. കാരണം എന്താണ്, ടാബു അറൌണ്ട് ദ മെൻസ്ട്രേഷനെ കുറിച്ചുള്ള ആ ഒരു ടാബു, ഒരു നിരോധനം കാരണം എന്ത് ചെയ്തു, ഇതൊക്കെ അത് കാരണമാണ് സംഭവിച്ചത്. Why does Bablu continue his experiment? എന്തുകൊണ്ടാണ് ബബ്ലു അവന്റെ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്തത്? Bablu continues his experiment because he wants to provide affordable sanitary napkins for the poor woman. കാരണം അവൻ എന്തുണ്ടായിരുന്നു, സാധാരണ പാവപ്പെട്ട സ്ത്രീകൾക്ക് താങ്ങാവുന്ന വിലയിലുള്ള നാപ്കിൻസ് ഉണ്ടാക്കണം എന്നുള്ളത് അവന്റെ ഒരു എന്തായിരുന്നു, ആവശ്യമായിരുന്നു. He realized the health risk women face due to the using unhygienic materials. അവൻ അറിയാമായിരുന്നു സ്ത്രീകള് ഇതുകൊണ്ട് ഈ ഒരു ഹൈജീനിക് അല്ലാത്ത, ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നോണ്ടുള്ള റിസ്ക് അവൻ അറിയാമായിരുന്നു. ആൻഡ് ഫീൽസ് ഇറ്റ്സ് ഹിസ് ഡ്യൂട്ടി ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അത് മാത്രമല്ല അവൻ എന്ത് ഫീൽ ചെയ്തിരുന്നു,
ഇത് അവന്റെ ഡ്യൂട്ടിയാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളൊരു ചിന്തയും കൂടെ നമ്മുടെ ബബ്ലുവിന് ഉണ്ടായിരുന്നു. Then third question, what according to Muruganandan, what according to the Muruganandan is the purpose of education? എഡ്യൂക്കേഷന്റെ പർപ്പസ് എന്താണ്? വിദ്യാഭ്യാസം വേണം മക്കളെ. വിദ്യാഭ്യാസം കൊണ്ടുള്ള പർപ്പസ് എന്താണ്? അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഉദ്ദേശം എന്താണെന്നാണ് നമ്മുടെ മുരുകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. According to Muruganandan, the purpose of education is not just to get a job. ഒരു ജോലി വാങ്ങുക എന്നുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. But to identify the social problems and find innovative സൊല്യൂഷൻ. എന്താണ്? സോഷ്യൽ പ്രോബ്ലംസ് കണ്ടുപിടിക്കണം, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ, വളരെ ഐഡിയപരമായിട്ടുള്ള, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിഹാരങ്ങൾ അതിന് കണ്ടുപിടിക്കണം. And education should be empower individuals to become entrepreneurs and change the makers. എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ വ്യക്തികളെ എന്താക്കി മാറ്റാൻ കഴിയുക? സംരംഭകരായിട്ട് മാറ്റാൻ കഴിയുക. ആൻഡ് ചേഞ്ച് മേക്കേഴ്സ്, എന്താണ്? മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ അവർക്ക് എന്ത് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? എഡ്യൂക്കേഷൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Why did Muruganandan begin to think of designing machine? എപ്പോഴാണ്, എന്തുകൊണ്ടാണ് മുരുകാനന്ദന് മെഷീൻ ഡിസൈൻ ചെയ്യണമെന്ന് തോന്നി തുടങ്ങിയത്? അതിന്റെ പിന്നിലുള്ള കാര്യമാണ് ചോദ്യം. Muruganandan realized that the high cost of the sanitary napkin was mainly due to the expensive machine used to make them. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ ഹൈ കോസ്റ്റ് കമ്പനി കൊടുക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അവരുടെ കമ്പനിക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീന് കോടിക്കണക്കിനാണ് വില വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാഡിനും നല്ല വില വരും എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. He thought of the designing low cost machine so that the woman could produce napkin affordably. അദ്ദേഹം എന്ത് ചിന്തിക്കുകയാണ്? ലോ കോസ്റ്റിൽ, വളരെ വില കുറഞ്ഞ രീതിയിലുള്ള മെഷീൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ വുമൻ കുഡ് പ്രൊഡ്യൂസ് നാപ്കിൻ അഫോർഡബിളി. വുമൻസിന് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? വുമൻസിന് സ്വന്തമായിട്ട് വില കുറവുള്ള നാപ്കിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ദ കുഡ് പ്രൊഡ്യൂസ് ദ നാപ്കിൻസ് അഫോർഡബിളി. What idea of Muruganandan impressed you the most? Mention any two. മുരുകാനന്ദന്റെ എന്ത് ഐഡിയ ആണ് നിങ്ങളെ ഇംപ്രസ് ചെയ്തത്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. He placed his patent in the public domain so other could benefit, showing his selfishness. അദ്ദേഹത്തിന് ആ പാറ്റന്റ് ലഭിച്ചപ്പോൾ, അത് നിർമ്മിക്കാനും വിൽക്കാനുമുള്ള പാറ്റന്റ് അദ്ദേഹം ലഭിച്ചപ്പോൾ അദ്ദേഹം അത് ആർക്ക് മുമ്പിലാണ് തുറന്നിട്ടത്? പബ്ലിക്, പൊതുസമൂഹത്തിനാണ് അദ്ദേഹം അത് പൊതുസമൂഹത്തിന് മുമ്പിലാണ് അത് വെച്ചത്. അതേഴ്സ് കുഡ് ബെനിഫിറ്റ്, ഷോയിങ് ഹിസ് സെൽഫിനെസ്, മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ സ്വാർത്ഥതയില്ലാത്ത ആ ഒരു സ്വഭാവമാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. He believes that entrepreneurship should be based on the impact, not profit. അദ്ദേഹം വിശ്വസിച്ചിരുന്നു സംരംഭത്വം എന്ന് പറയുന്നത് സ്വാധീനത്തിലാണ്, അതിന്റെ ഇമ്പാക്റ്റിലാണ് കാര്യം കിടക്കുന്നത്, അല്ലാതെ പ്രോഫിറ്റിലല്ല, നോട്ട് പ്രോഫിറ്റ്, ലാഭത്തിലല്ല. And focus on empowering women through affordable hygiene solution. അദ്ദേഹം എന്തിലാണ് ഫോക്കസ് കൊടുത്തത്? ത്രൂ അഫോർഡബിൾ ഹൈജീൻ സൊല്യൂഷനിലൂടെ സ്ത്രീകൾക്കുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, വളരെ അവർക്ക് സാധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹൈജീൻ സൊല്യൂഷനിലൂടെ അദ്ദേഹം ഫോക്കസ് കൊടുത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ, ഒരു 5 ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. നമ്മൾ ചാപ്റ്റർ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റിന്റെ സൈഡിൽ വരുന്ന ക്വസ്റ്റ്യൻസും അതിനുശേഷം റിവൈൻഡിൽ വരുന്ന ക്വസ്റ്റ്യൻസും എന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിരിക്കും അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ, നമ്മുടെ പാഡ്മാന്റെ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.